ഞാനും ദേവനന്ദയും പോലെയായിരുന്നു ഈ പ്രായത്തിൽ. ഞാൻ പൊട്ടരെ പോലെയായിരുന്നു ഈ പ്രായത്തിൽ. നവ്യ നായരെയും മീര ജാസ്മിനെയും കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ക്ലാരിറ്റി ഇല്ല. LKG പഠിക്കുന്ന സമയത്ത് എന്നോട് ആൾക്കാരൊന്ന് ചോദിക്കും, അച്ഛനെ പോലെ എഴുതൂലേ? LKG ABCD അറിയില്ല എനിക്ക് എഴുതാൻ. അച്ഛനാരാന്ന് കണ്ടാ തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് അച്ഛനെ പോലെ എഴുതൂലേ, അച്ഛനെ ടിവിയിലേ കണ്ടിട്ടുള്ളൂ. 9.5 വയസ്സിലെ മാളികപ്പുറം അല്ലേ? 9.5 വയസ്സിൽ ഒരു ബ്രേക്ക് ത്രൂ ഇല്ല. ഇപ്പോഴേ ബ്രേക്ക് ത്രൂ ഇല്ല. സൈക്കിളിന്റെ ബ്രേക്ക് പിടിച്ച് നീ വലിയ മല പറിച്ചല്ലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ഒന്നുമില്ല, ഞാൻ ശ്രീനിവാസന്റെ മോനായിട്ട് വിചാരിച്ചു. നീ കൊണ്ടാണ് പോയാണ്. അത് വലിയ കാര്യമാണ്. വലിയ കാര്യം തന്നെയാ. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ ഫേമസ് ആയിരുന്നു. നമ്മൾ ആഞ്ഞടിക്കണം. ചേട്ടനെ ഞാൻ മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ചേട്ടന്റെ ആക്ടിങ് ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചേട്ടന്റെ മൂവീസ് കണ്ടിട്ടുണ്ട്, എന്നിട്ട് ചേട്ടന്റെ ആക്ടിങ് ആണ് വർഷങ്ങൾക്ക് ശേഷം കണ്ടായിരിക്കും. ദേവനന്ദ എനിക്ക് തോന്നുന്നു ഓൾറെഡി ആ കഥാപാത്രമായി ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. തള്ളി മറിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നില്ല. പക്ഷേ പിന്നെ ചേട്ടന്റെ വീട് ട്രിവാൻഡ്രം, എന്റെ അമ്മയുടെ വീടും ട്രിവാൻഡ്രാണ്. അപ്പൊ അങ്ങനെ എന്റെ അച്ഛൻ വേണ്ട ചായ കട നടത്തിയിട്ടുണ്ടെന്ന്. അല്ല, ധ്യാൻ ചേട്ടൻ ഇവിടെ താമസിക്കുന്നൊക്കെ പറയുമ്പോ അങ്ങനെ അറിയാം. അച്ഛൻ ഇങ്ങനെ പോകുമ്പോൾ കാണിക്കും, ഇതാണ് ധ്യാൻ ചേട്ടൻ നടന്ന വഴി, ഇതാണ് ധ്യാൻ ചേട്ടന്റെ കാൽപ്പാടുകൾ, ഇതാണ് ധ്യാൻ ചേട്ടൻ ചായ കുടിച്ച ഹോട്ടൽ. അങ്ങനെയല്ലേ? എനിക്ക് കുറെ സീൻസ് ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ കുറച്ചു ദിവസേ നമ്മള് ഒന്നിച്ച് ഒരു കൊറേ ഉണ്ടല്ലോ പടം. ചേട്ടൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. ഒരു കളിയാക്കിയാണല്ലോ അല്ലേ? അല്ലല്ല, കുട്ടി ഒന്ന് പോലിപ്പിച്ചോട്ടെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഈ ചന്ദ്രോത്സവം സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഒരു ചന്ദ്രമാസത്തിനു ശേഷം ചിറക്കൽ ശ്രീഹരിയുടെ വരവിന് വേണ്ടി ആ നാടും ആ സുഹൃത്തുക്കളും ഒക്കെ കാത്തിരുന്ന പോലെ ഞങ്ങൾ ഡിജിറ്റൽ സ്പേസിൽ എല്ലാവരും ഈ മനുഷ്യൻ്റെ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ധ്യാൻ ചേട്ടൻ ബാക്ക് ടു ഇന്റർവ്യൂ എന്നുള്ളതാണ് ഈ ഇന്റർവ്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ പുതിയ കാലത്തെ വാഗ്ദാനം ദേവനന്ദയുണ്ട്. നമ്മളൊരു ഇന്റലക്ച്വൽ ഫൺ ഇന്റർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം. ഇന്റലക്ച്വൽ ഓക്കെ, ഫൺ എന്തൊക്കെയാ ഈ കുട്ടിയിൽ നിന്ന് പഠിച്ചത്? ദേവനന്ദൻ അത്ര ചെറിയ കുട്ടിയാണോ? ഈ കുട്ടിയിൽ നിന്ന് പഠിച്ചത് ആദ്യം കുട്ടി ഇങ്ങനെ, പിന്നെ കുട്ടിയോട് ചോദിച്ചപ്പോ ഇങ്ങനെ. നമ്മള് പുതിയ തലമുറ എന്നുള്ള ആൾക്കാരിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷെ ആവശ്യമില്ലാത്ത ആൾക്കാരോട് സംസാരിച്ചിരിക്കും സമയം കളയേണ്ട കാര്യം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോവുക, അതാണ് പ്രധാന കാര്യം. നമ്മൾ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണം. അല്ല, അങ്ങനല്ല. പിന്നെ അങ്ങനെ കൂട്ടുകൂടിയിട്ട് നമുക്ക് അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു ഉപകാരം വേണം. അങ്ങനെ ഒരു ഉപകാരം ഇല്ലാത്തവരോട് സംസാരിച്ചിട്ട് എന്ത് കിട്ടും, ആ ഒരു ചിന്ത ദേവനന്ദയിൽ നിന്ന് ഞാൻ പഠിച്ചു. എന്തിനാണ് ഈ ആളോട് ഞാൻ സംസാരിച്ചിട്ട് എന്ത് കിട്ടാനായി, ഒരു കാര്യമില്ലാത്ത ഒരാൾ അങ്ങനെ തോന്നി കാണണം. രണ്ടാമത്തെ കാര്യം ദേവനന്ദൻ പഠിച്ചത് സിനിമയിൽ എങ്ങനെ ഒരു കഥാപാത്രമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതിന്റെ രീതി. കാരണം ഞാൻ വളരെ ഇതായി വരുന്നു പോകുന്നു. അതെ. അപ്പോ ദേവനന്ദ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെടുത്ത സീനുകളിലെല്ലാം തന്നെ നമ്മളെ തെറ്റിക്കോ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല അല്ലേ? എല്ലാം കറക്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ടേക്ക് ഞാൻ കാരണം എല്ലാം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതും ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വർക്കിംഗ് എനിക്ക് ദേവനന്ദയ്ക്ക് മുന്നേ എനിക്ക് തിരയില് ശോഭന ചേച്ചി പറ്റാം. ആ ലെവലിലാണ് ഞാൻ എന്നെ കണ്ടത്. എനിക്ക് ദേവനന്ദയെ കാണുമ്പോഴൊരു കാരണം ചേച്ചിയില്ലേ, ചേച്ചി ഒരു തവണ ഇങ്ങനെ റിഹേഴ്സ് ചെയ്യുന്ന ചേച്ചി ഇങ്ങനെ ഓർത്തെടുത്ത് പിന്നെ വന്ന് പിന്നെ നേരെ ടേക്കിലേക്ക് വന്ന് നിൽക്കുന്നു. എനിക്ക് ദേവനന്ദ എനിക്ക് തോന്നുന്നു ഓൾറെഡി ആ കഥാപാത്രമായി ജീവിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. തള്ളി മറിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? തോന്നില്ല. പക്ഷേ അല്ല, അത് നിങ്ങൾ ആ വീട്ടിൽ നിന്നപ്പോ നിങ്ങൾ ആ വീട്ടിലെ ഒരാളെ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? അത് ആ ഒരു ഒരു സിനിമയിലാണല്ലോ. മൈൻഡ് ഓഫ് ദ ക്യാരക്ടർ, സ്കിൻ ഓഫ് ദ ക്യാരക്ടർ. നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പോ നമ്മൾ അങ്ങനെ ഒരാള് ജീവിച്ച് നമ്മുടെ കൺമുന്നിൽ ജീവിക്കുമ്പോ
അയാളെ നമ്മൾ വളരെയധികം കൗതുകത്തോടെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട് ദേവനന്ദയെ പല ഘട്ടങ്ങളിലും. ദൈവത്തെ കാണുമ്പോഴേ ഇപ്പൊ എനിക്കൊക്കെ ഒരു കുറ്റം തോന്നാറുണ്ട്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തീരെ പ്രൊഡക്റ്റീവ് ആയിരുന്നില്ലല്ലോ, നമുക്ക് ഇത്രയും വിവരവും അല്ലെങ്കിൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നമുക്കൊരു കുറ്റം തോന്നാറുണ്ട്. അപ്പൊ ആ കുട്ടി എനിക്ക് ആ കുറ്റം ഇപ്പോഴും ഇന്ന് ഇപ്പൊ കാണുമ്പോഴും തോന്നി. അത് ചോദിക്കാൻ വരുന്നത്, ഞാൻ ചേട്ടൻ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടോ? ഉണ്ട്. ആ, എന്ന് വെച്ചാൽ ദേവനന്ദ ആവാൻ പറ്റുമോ നമുക്ക്? ദേവനന്ദയ്ക്ക് സംബന്ധം ദേവനന്ദ മാത്രം. ഇപ്പൊ കളിയാക്കും കേട്ടോ. അല്ലല്ല, ഞാൻ സീരിയസ് കളിയാക്കും കേട്ടോ. ഞാൻ സീരിയസ്. നീ മനപ്പൂർവ്വം ചെറിയ കുട്ടീനെ വെച്ച് ഇങ്ങനെ കളിയാക്കുന്ന നമുക്ക് നീ ഇതിനുള്ള മറുപടി നീ പറ. ഹ്യൂജ് റെസ്പെക്ട് ഫോർ ദ ആർട്ടിസ്റ്റ് യു ആർ. ഞാൻ സീരിയസ് ആണ്. കുറ്റബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റിന്റെ കേസിൽ വരുമ്പോ, കാരണം ഈ ഒരു പ്രായത്തിൽ പഠിക്കുന്നു, ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു, ഇത് കളിയാക്കുന്ന അല്ല ഞാൻ സീരിയസ്. ഉദ്ഘാടനം ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണോ? ആ ടൈം മാനേജ് ചെയ്തിട്ട് ആളുകളൊക്കെ അല്ലെ മാനേജ് ചെയ്യണം, അവിടെ ഇന്ററാക്ട് ചെയ്യണം, അതൊരു സ്കില്ലല്ലേ? ഈ ഒരു പ്രായത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു, കുടുംബം നോക്കുന്നു. അച്ഛനമ്മ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. ഉണ്ടോ? ഓ, എന്നിട്ടും ഞാൻ ജോലിക്ക് പോയില്ല, ഇത് ഞാൻ എന്റെ പാഷന്റെ പുറകെ പോവാ. ഫ്രീ ആയിട്ടാണോ അഭിനയിക്കുന്നത്? അതെനിക്കൊന്നും അറിയത്തില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അല്ല, പാഷൻ. പാഷൻ, പ്യൂർ. ഞാനും പാഷൻ, ദേവനന്ദയും പാഷൻ. അല്ല പാഷൻ. അപ്പൊ പാഷന്റെ പുറത്ത് വർക്ക് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ഞങ്ങൾ. ഇതിൽ കൂടെ എന്താ വേണ്ടേ? ദേവനന്ദ, ദേവു, ദേവനന്ദ, ഈ നമ്മള് പലപ്പോഴും നമ്മുടെ അറിവ് ബിൽഡ് ആവുന്നത് കുറച്ച് കൂട്ടുകാരിൽ നിന്ന്, കുറച്ച് പുസ്തകം വായിച്ചിട്ട്, കുറച്ച് അധ്യാപകരിൽ നിന്ന്, കുറച്ച് എക്സ്പീരിയൻസ്, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ കൂട്ടുകാരെ ചൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ധ്യാൻ ചേട്ടനെ പോലത്തെ ഒക്കെ ഒരു കൂട്ടുകാരനെ ചൂസ് ചെയ്യുമ്പോഴൊക്കെ ദേവനന്ദ എന്താ ശ്രദ്ധിക്കുന്ന അവരുണ്ട്? നമ്മള് യൂഷ്വലി ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടുന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. പിന്നെ അവർക്ക് നമ്മൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ നമ്മൾ എന്ത് വിഷമം പറഞ്ഞാലും സങ്കടം പറഞ്ഞാലും അവർക്ക് മനസ്സിലാകും വേഗം. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് വേഗം മനസ്സിലാകുമായിരിക്കും. സങ്കടങ്ങളുണ്ടോ? അങ്ങനെയല്ല, വലിയ സങ്കടങ്ങളല്ലേ ഇപ്പൊ സങ്കടം ഈ പ്രായത്തിൽ നിങ്ങൾക്കാർക്ക് സങ്കടം ഇല്ലായിരുന്നു ആ പ്രായത്തില്? ബിരിയാണി ലൈക്ക് പീസ് കിട്ടിയില്ല, അതിപ്പോഴും അതൊക്കെ അതൊക്കെ നമ്മളെ ഞാൻ പറയണ ഇപ്പൊ ഉള്ള എന്തൊക്കെയാണ് കഴിഞ്ഞ അടുത്ത കാലത്ത് ഒരു സങ്കടം എന്താ മനസ്സിൽ തോന്നിയ ഒരു വേദന? ഇപ്പൊ ഇതിപ്പോ ചേട്ടൻ ഞങ്ങൾക്കൊന്നും അറിയണം. അല്ല, അറിയാനുള്ള ഇപ്പൊ സങ്കടം എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് ഭയങ്കര മനസ്സിന് ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഭയങ്കര മനസ്സിലുണ്ടാക്കി. നമുക്ക് എന്ത് നമുക്ക് പറയണം, ഒരാളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയാലും അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ഫ്രണ്ട്. അപ്പൊ ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എനിക്ക് ആദ്യം ഭയങ്കര അതിശയായിരുന്നു. കാരണം ചേട്ടനെ ഞാൻ മൂവീസിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ചേട്ടന്റെ ആക്ടിങ് ഒത്തിരി അഡ്മയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ചേട്ടനെ നേരിട്ട് കണ്ട് അഭിനയിക്കുമ്പോ എനിക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചേട്ടന്റെ മൂവീസ് കണ്ടിട്ടുണ്ട്, എന്നിട്ട് ചേട്ടന്റെ ആക്ടിങ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അല്ല, അതില് അമേസിങ് ആക്ടിങ് ആയിരുന്നു ചേട്ടന്റെ. ഞാനും എന്റെ ഫാമിലിയും പോയി കണ്ട മൂവിയാണ്. ചേട്ടന്റെ ഇന്റർവ്യൂസ് ആണെങ്കിലും കാണാറുണ്ട്. അപ്പൊ പിന്നെ ചേട്ടന്റെ വീട് ട്രിവാൻഡ്രം, എന്റെ അമ്മയുടെ വീടും ട്രിവാൻഡ്രം ആണ്. അപ്പൊ അങ്ങനെ അല്ല, അപ്പൊ അങ്ങനെ ഇപ്പൊ ആന്റിയൊക്കെ പറയാന്ന് ധ്യാൻ ചേട്ടൻ ഇവിടെ താമസിക്കുന്നൊക്കെ പറയുമ്പോ അങ്ങനെ അറിയാം. അച്ഛനിങ്ങനെ പോകുമ്പോ കാണിക്കും, ഇതാണ് ധ്യാൻ ചേട്ടൻ നടന്ന ഇതാണ് ചേട്ടന്റെ കാൽപ്പാടുകൾ, ഇതാണ് ധ്യാൻ ചേട്ടൻ ചായ കുടിച്ച ഹോട്ടൽ, അങ്ങനെയല്ലേ? പണ്ട് പറയില്ല, ഇതാണ് പ്രേം നസീർ കിടന്നു നോക്കിയാൽ മതി. പറയുമോളെ അല്ല പറയൂ ദേവനന്ദ. അപ്പൊ അങ്ങനെ ധ്യാൻ ചേട്ടനെ കണ്ടപ്പോ ഒത്തിരി സന്തോഷം. പിന്നെ ചേട്ടനോട് വർക്ക് ചെയ്യാൻ പറ്റി. അത് ഞങ്ങളുടെ ചോദ്യത്തിന് ട്വിസ്റ്റ് ചെയ്ത് എന്നെ പൊക്കി പറയലായിട്ടോ. അല്ല, എന്റെ അടുത്ത് ചോദിച്ചത് ധ്യാൻ ചേട്ടൻ ഒരു കൂട്ടുകാരനായിട്ട് കാണുന്നില്ല. അതായിരുന്നല്ലേ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഞങ്ങൾ ആക്ച്വലി ചോദിച്ച ചോദ്യം സുഹൃത്തുക്കളെ ചൂസ് ചെയ്യുന്നു, ധ്യാൻ ചേട്ടനെയും ഫ്രണ്ട് ആയിട്ട് എങ്ങനെയാണ് ഇതാകുന്നതാണ് ചോദിച്ചത്. ഇപ്പൊ ധ്യാൻ ചേട്ടനായിട്ട് കണ്ടപ്പോ ഇപ്പൊ സെറ്റില് എനിക്ക് കുറെ സീൻസ് ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ കുറച്ച് ദിവസേ നമ്മള് ഒന്നിച്ച് ഒരു കൊറേ ഉണ്ടല്ലോ പടം, കുറച്ച് ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. ചേട്ടൻ ഭയങ്കര തിരക്കുള്ള ഒരാളാണ്. ഒരു കളിയാക്കിയാണല്ലോ അല്ലേ? സീരിയസ് കളിയാക്കിയല്ല, അങ്ങനെ തോന്നുന്നുണ്ട്.
അതായത് ഉച്ചയ്ക്ക് മുമ്പ് നയൻതാരയുടെ കൂടെ, ഉച്ചയ്ക്ക് ശേഷം ദേവനന്ദയുടെ കൂടെ അങ്ങനെയൊക്കെ അല്ല അല്ല ഞാൻ ഉദ്ദേശിച്ചത് എക്സാമ്പിൾ തെറ്റിയതാ. ഞാൻ ഒന്ന് പൂരിപ്പിച്ചോട്ടെ. ജനറൽ ആയിട്ട് ചേട്ടൻ നമ്മുടെ മൂവിയുടെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ പാപ്പ അല്ലെങ്കിൽ ആതിര ചേച്ചിയുടെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ അത്രയും ദിവസങ്ങള് ധ്യാൻ ചേട്ടന്റെ കൂടെ ഇല്ലായിരുന്നു. എന്നാലും ഉണ്ടായിരുന്ന ദിവസങ്ങളെല്ലാം നല്ല ഇതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടൻ ഞാൻ ഇന്റർവ്യൂസിലൊക്കെ കാണുമ്പോ ഭയങ്കര കളിയും ചിരിപ്പം ഭയങ്കര ഫണ്ണി ആണെങ്കിലും പക്ഷെ മൂവി സെറ്റ് വരുമ്പോ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അത് കാരണം നമുക്ക് ഒത്തിരി അഡ്മയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം സെറ്റിൽ ഓൺ ടൈം എത്തും, എന്ത് വന്നാലും ഓൺ ടൈം ആയിരിക്കും. അത് ഭയങ്കര സത്യമാണ്. കാരണം അത് സത്യം, കാരണം അത് വലിയൊരു കാര്യമാണ്. സാധാരണ അങ്ങനെ ലേറ്റ് ആയി വന്ന 2 നടന്മാർ പറയൂ. അങ്ങനെ എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോഴും മറ്റേ കാര്യത്തിൽ ഇവരുടെ ലോകത്തെ സങ്കടങ്ങൾ ചോദിക്കണം. പക്ഷെ എനിക്ക് അതിന് മുന്നേ നിന്നെ ആരോ ഏതോ ഒരു നടൻ വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനൊന്നും ഇല്ല. ഓൺ ടൈം വരാത്ത നടനാണ്. അതല്ല, നമ്മുടെ ഡയറക്ടറുകൾ തന്നെ പറയുന്നുണ്ട്. അതല്ല, ഡയറക്ടറുകൾ തന്നെ പറഞ്ഞു. ഇപ്പൊ ചെലപ്പം ക്യാമറ സെറ്റ് ചെയ്യാൻ, ഫ്രെയിം ചൂസ് ചെയ്ത് എല്ലാം വരുമ്പോ കുറച്ച് സമയം എടുക്കും. അപ്പൊ ചിലപ്പോ നമുക്കറിയായിരിക്കും അതിനൊക്കെ മുന്നേ വരും വന്നു. കാരണം നമുക്ക് അറിയായിരിക്കും നമുക്കറിയായിരിക്കും ഇതിപ്പോ ക്യാമറ സെറ്റ് ചെയ്ത് വരാൻ സമയം എടുക്കും, എല്ലാം സെറ്റായി വരാൻ നേരം എടുക്കും. പക്ഷെ എന്നാലും ചേട്ടന് ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെ അടുത്ത് പറയുന്ന ആ ഒരു കൃത്യം സമയത്തിന് എത്തുന്ന ഒരു വലിയ കാര്യം. കാരണം അതാകുമ്പോ ക്രൂവിനും ഒരു വലിയ ഹെൽപ്പാണ്. കാരണം നമ്മൾ എത്തിയിട്ടുണ്ടെന്ന് അവർക്കൊരു ആശ്വാസം. കാരണം ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോൾ അങ്കിൾമാരാണെങ്കിൽ ഇവരെല്ലാരും ഓടി നടക്കുകയാണ്, അവരെത്തിയോ ഇവരെത്തിയോ, അവിടെ റെഡിയാണോ ഇവിടെ റെഡിയാണോ. അപ്പൊ എല്ലാരും സെറ്റിൽ ഉണ്ടെന്ന് പറയുമ്പോ അവർക്കൊരു സമാധാനമാണ്. അപ്പൊ ചേട്ടൻ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ക്രൂവിന് അത്രയും ഒരു ടെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം പക്ഷെ ഇന്ന് പ്രസ് മീറ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പക്ഷെ ഷൂട്ടിന് ഞാൻ ഇതുവരെ ലേറ്റ് ആയിട്ട് വന്ന് കണ്ടിട്ടില്ല. കാരണം ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഓൺ ടൈം ആയിട്ടാണ് വരുന്നത്. അത് ഭയങ്കര നമുക്ക് അഡ്മയർ ചെയ്യാൻ പറ്റും. അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചേ. അതെ അതെ ഭയങ്കര അല്ല മറ്റേ നിങ്ങളുടെ ലോകത്തെ സങ്കടങ്ങൾ പറ. എന്താ ഞങ്ങളുടെ ലോകത്തെ സങ്കടങ്ങളോ? ഇപ്പൊ എനിക്ക് ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ എനിക്ക് സങ്കടം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ചേട്ടനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് സൈബർ അറ്റാക്ക് ആണ് സങ്കടം എന്ന് പറയാൻ. അയ്യോ എനിക്കത് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുക ഓപ്പൺ ഹൈബർ എന്നൊക്കെ വിളിക്കുന്നത്. അത് നോളന്റെ ഒരു സിനിമയല്ലേ? അത് ബോംബ് പൊട്ടിക്കുന്നോണ്ടാ. അത് സൈബർ അറ്റാക്കിനെ പേടിക്കരുത്. ഇല്ല എനിക്ക് പേടി. ആദ്യം അത് കിട്ടുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നതിന് എല്ലാത്തിനും ഒരു തിരിച്ചടി. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നവര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും. അത് അങ്ങനെ പോലും ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയും, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവര് പറയായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഇവിടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക, നമ്മൾ മൂവി ചെയ്യുക, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. സൈബർ അറ്റാക്ക് വേദനിപ്പിച്ചോ? എന്നെ വേദനിപ്പിച്ചെന്ന് ചോദിച്ചാ ആദ്യം കിട്ടുമ്പോ ഞാൻ വിചാരിച്ചത് എന്താ എല്ലാരും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന, എന്ത് പറഞ്ഞാലും അറ്റാക്ക് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി നമ്മള് ശരിയായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു പോസിറ്റീവ് സൈഡ് ഫോക്കസ് ചെയ്യുക. 18-19 റേഞ്ചിലുള്ള ചേട്ടന്മാര് ചേച്ചിമാരാണ് എന്നെ ഫുൾ അറ്റാക്ക് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ വിചാരിക്കുന്ന ചിലപ്പോ അവർക്ക് തോന്നുന്നുണ്ടാകും ഞാൻ പറയുന്നത് ശരിയായിരിക്കില്ല, ചിലപ്പോ അവർക്ക് റിലേറ്റ് ചെയ്യണമെന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ചിലപ്പോ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും റിലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പറയേണ്ടത് ഞാൻ പറഞ്ഞു, അവർക്ക് പറയേണ്ടത് അവര് പറഞ്ഞു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തിനാ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞേ, ആദ്യം ഇത്തിരി കിട്ടിയപ്പോ ആദ്യം വിഷമം ഉണ്ടായിരുന്നു, പിന്നെ അത് മനസ്സിലായത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട്. ഇങ്ങനെ ഒരു ചെറിയ പ്രായത്തിലെ ആൾക്കാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തപ്പോ ഭയങ്കര ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമം വന്നു കാണും അല്ലേ? അത് ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ ടാർഗറ്റിങ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എല്ലാത്തിന്റെയും ഭാഗമായിട്ട്. ഞാൻ ഇത്തരം അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ചെറുപ്പത്തിലല്ലെന്ന് മാത്രം. വളർന്നു വന്നപ്പോ ചെറുപ്പത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ് അറിയാം. എന്തൊക്കെയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ? എനിക്ക് LKG പഠിക്കുന്ന സമയത്ത് എന്നോട് ആൾക്കാരൊന്ന് ചോദിക്കും,
അച്ഛനെ പോലെ എഴുതൂലേ? LKG ABCD അറിയില്ല എനിക്ക് എഴുതാൻ. അച്ഛനാരാന്ന് കണ്ടാ തിരിച്ചറിയുന്നില്ല. അപ്പോഴാണ് അച്ഛനെ പോലെ എഴുതൂലേ. അച്ഛനെ ടിവിയിലേ കണ്ടിട്ടുള്ളൂ. 1ാം ക്ലാസ് എത്തുന്ന സമയത്ത് എന്താണ് സിനിമയാണോ മുന്നോട്ട് എന്ന്. അപ്പൊ അതൊക്കെ കൈൻഡ് ഓഫ് നമ്മൾ അറ്റാക്ക് ആണ്. നമ്മളെ ഇതിന്റെ കഴിവില്ല എന്ന് നമ്മൾ ആദ്യമേ വരുത്തി തീർക്കുക. അത് ഇപ്പോഴും അങ്ങനെ തന്നെ. കഴിവൊക്കെ ഉണ്ട്, അതൊക്കെ നിനക്കല്ലേ അറിയുള്ളൂ. അതെ. നിനക്കും ഇതിന്റെ മുന്നിൽ പിന്നിൽ നിൽക്കുന്ന കുറച്ച് സുമേഷ് അപ്പൊ ഇത് ഈ അറ്റാക്ക്. പക്ഷെ പിന്നീടുള്ള എന്റെ സിനിമയോടുള്ള അറ്റാക്കിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ദേവനന്ദ പറഞ്ഞ പോലെ. കാരണം അതിൽ കഴമ്പുണ്ട്. ചിലതൊക്കെ അവര് പറയുന്ന നല്ല സമ്മതിച്ചു കൊടുക്കണം. ഈ പഠിപ്പും ഇതും ഒരുമിച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്യൂലല്ലോ. അങ്ങനെ ഈ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയും? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഞാൻ കുട്ടി കഴിവുണ്ടോ ഉദ്ദേശിച്ചേ? അതെ 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 ചിത്രം. പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ദേവനന്ദക്ക് തോന്നിയോ ഞാൻ മാറണം, ഞാൻ ശരി ഇവര് പറയുന്നതിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കാരണം ഉണ്ടെന്ന് തോന്നി, പ്രതികരിക്കണം? അതല്ല, അങ്ങനെ നമ്മള് ആഞ്ഞടിക്കണം എന്നൊന്നും ഇല്ല. കാരണം അവരവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഞാൻ എന്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എപ്പോഴും എല്ലാരും അത് റീക്രിയേറ്റ് ചെയ്തിടുമ്പോ ക്വസ്റ്റ്യൻ കട്ട് ചെയ്യും, ബാക്കിയുള്ള ആൻസർ കട്ട് ചെയ്യും. അങ്ങനെയാണ് ഇടാറുള്ളത്. ഇല്ല ദേവന്താ, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അപ്പൊ അത് എന്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്റേതായ വാക്കുകളിൽ ഉത്തരം പറഞ്ഞു. പക്ഷെ ചില സമയം ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ അച്ഛനും അമ്മയും കൃത്യമായിട്ട് പറയും നീ പറഞ്ഞത് ശരിയല്ല. അപ്പൊ അത് മാറ്റി പറയാൻ റെഡിയാണ്, അത് തിരുത്താൻ റെഡിയാ. പക്ഷെ ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ എന്തെങ്കിലും തെറ്റായ ആർക്കെങ്കിലും ഉപദ്രവം വരുന്ന രീതിയിലാണോ പറഞ്ഞത്? ഞാൻ വേറെ ആരെയും ഹേർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല, ആർക്കും മോശം വരുന്ന രീതിയിലല്ല സംസാരിച്ചത്. അപ്പൊ എനിക്ക് അറിയാം ഞാൻ എന്നെ കുറിച്ച് ചോദിച്ചൊരു ചോദ്യം ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു. അത് ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറ്റണം എന്നുള്ളത് ഇപ്പൊ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റാൻ ഞാൻ തയ്യാറാ. പക്ഷെ എന്നെ കുറിച്ചുള്ള ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞ ആൻസർ മാറ്റണം എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇത് ഇവൻ കട്ട് ചെയ്തിടും ഇപ്പൊ. ഇത് എന്തിനാ പറയണ നോക്ക്, നമുക്കൊക്കെ അന്ന് ഈ പ്രായം ആലോചിച്ച് നോക്ക് ഞാൻ ചേട്ടാ. സീരിയസ് പ്രായം വെച്ചിട്ട് അളക്കണേ റെസ്പെക്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര. ദേവനന്ദയെ പോലെ ആയിരുന്നു ഈ പ്രായത്തിന്. ഞാൻ കൈരളി ഇവിടെ ഇന്റർവ്യൂ കണ്ടായിരുന്നു. സത്യല്ലേ പൊട്ടനെ പോലെയായിരുന്നു ഈ പ്രായത്തിൽ. പൊട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരപ്പൊട്ടൻ. നവ്യ നായരെയും മീര ജാസ്മിനെയും കല്യാണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരു ക്ലാരിറ്റി ഇല്ല. ദേവനന്ദ ഇപ്പൊ വർക്ക് ലൈഫ്, അതായത് സിനിമ അപ്പുറത്ത് പഠിത്തം, ഇത് രണ്ടും നന്നായി ബാലൻസ് ചെയ്യുന്നില്ലേ ദേവനന്ദ? ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂവും സിനിമയും ബാലൻസ് ചെയ്യുന്ന പോലെ അതും ഒരു സ്കില്ലാണ്. കാരണം ഇന്റർവ്യൂസും നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന മൂവീസോ അതുപോലെ ചേട്ടൻ ഇപ്പൊ ഓരോ മൂവീസോ അവിടുന്ന് ഓരോ സെറ്റിൽ നിന്ന് പോകണമെങ്കിലും അതൊരു ഹെക്ടിക് ഇതാണ്. അതും ചേട്ടൻ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ സ്കൂള് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അതൊരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സ്കൂളിൽ പോകണം, പരീക്ഷ എഴുതാൻ പോകണം. പക്ഷെ സ്കൂളിന്റെ സൈഡിൽ നിന്ന് ഒരു പ്രഷർ ഇല്ല. കാരണം പരീക്ഷ എഴുതാൻ പോകണം, എനിക്ക് എന്തായാലും പരീക്ഷ എഴുതാൻ പോകണം. പക്ഷെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പാരന്റ്സിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. കാരണം ആരൊക്കെ എന്താ പറഞ്ഞാലും ഇപ്പൊ ആദ്യമൊക്കെ തുടങ്ങുന്ന സ്റ്റേജിൽ എല്ലാരും നമ്മളെ ബിലീവ് ചെയ്യണമെന്നില്ല. പക്ഷെ അച്ഛനും അമ്മയും അത്രയും നാളും നിക്കാൻ റെഡിയായിരുന്നു. ഇപ്പൊ 3.5 വയസ്സിലാ തുടങ്ങിയത്, പക്ഷെ 9.5 വയസ്സിലെ മാളികപ്പുറം ചെയ്ത്. അപ്പൊ 6 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു റെക്കഗ്നിഷൻ കിട്ടിയത്. ഇപ്പൊ 12 വയസ്സായി, 12.5. അപ്പൊ ആ ഒരു സമയത്ത് ഇപ്പൊ ചേട്ടനാണെങ്കിലും എന്നെ അറിയാവുന്ന മാളികപ്പുറത്തിൽ അഭിനയിച്ചോണ്ടായിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ചിലപ്പോ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ സ്കൂള് ഭയങ്കര സപ്പോർട്ട് തന്നു. 9.5 വയസ്സിലെ മാളികപ്പുറം അല്ലേ? 9.5 വയസ്സിലാണ്. ഒരു ബ്രേക്ക് ത്രൂ ഇല്ല, ഇപ്പോഴേ ബ്രേക്ക് ത്രൂ ഇല്ല. സൈക്കിളിന്റെ ബ്രേക്ക് പിടിച്ച് നീ വലിയ മല പറിച്ചല്ലോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞേ, ഒന്നുമില്ല. ഞാൻ ശ്രീനിവാസന്റെ മോനായിട്ട് വിചാരിച്ചു, നീ കൊണ്ടായിട്ട് പോയാണ്. അത് വലിയ കാര്യം തന്നെയാ. എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, എന്റെ അച്ഛൻ ഫേമസ് ആയിരുന്നു. ഇവര് സൈബർ ബുള്ളിങ് നമ്മളെ ബുള്ളിങ് നമ്മൾ ആഞ്ഞടിക്കണം. എന്റെ കൂടെ കൂടിക്കോ. ഇതൊക്കെ എന്തിനാന്നറിയാമോ? പിന്നെ കണ്ടന്റ് ആണ്. ധ്യാൻ ചേട്ടാ ഇപ്പൊ ഇതിനകത്ത് അവർ ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടന്റെ മുഖം കാണിക്കുന്നത്. ഓ അങ്ങനെ ഉണ്ടോ? ഈ സിനിമയെ കുറിച്ച് ഒന്നും കല്യാണ മരത്തിൽ ദേവത
കല്യാണമരത്തിലൊരു മാഷാണല്ലോ. ആ. അപ്പൊ ഈ മാണിക്കക്കല്ലിലെ പൃഥ്വിരാജിനെ പോലെ, അങ്ങനെ ചെപ്പിലെ ലാലേട്ടനെ പോലെ അങ്ങനെയൊക്കെ ചെയ്യാനാണോ? അതില് മാണിക്കക്കല്ലായിക്കോട്ടെ, ചെപ്പായിക്കോട്ടെ, ഇതൊക്കെ അവരുടെ കഥ പറഞ്ഞിരുന്ന, അല്ല സ്കൂൾ കലാലയം അല്ലെങ്കിൽ സ്കൂൾ അതിനെ ചുറ്റിപ്പറ്റി നടന്നിരുന്ന കഥകളും സംഭവങ്ങളൊക്കെ. ഇത് ദേവുവിന്റെ ലൈഫും പുള്ളിക്കാരിയുടെ ചെറിയൊരു ആഗ്രഹവും സ്വപ്നവും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതിൽ ഒരു ഏരിയയില് അല്ലെങ്കിൽ പുള്ളിക്കാരി പഠിക്കുന്ന സ്കൂളിലെ മാഷായിട്ട് എന്നെ പറ്റി ചുറ്റിപ്പറ്റിയോ ആ സ്കൂൾ ചുറ്റിപ്പറ്റിയോ അല്ല ഈ കഥ. ഈ കഥ ഇവരുടെ കുടുംബവും ആ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും എക്സ്റ്റൻഡഡ് ക്യാമിയോ. അപ്പോ കൈൻഡ് ഓഫ് എക്സ്റ്റൻഡഡ് ക്യാമിയോ എന്ന് പറയും. അപ്പോ ഇതിൽ അത്ര അന്ന് എന്ന് പറയണ്ട, ഈ കഥാ പശ്ചാത്തലം മെയിനായിട്ട് ഈ സ്കൂളൊന്നും അല്ല, ഇവരുടെ വീടും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ഒരു സംഭവവും കാര്യങ്ങളൊക്കെ. ധ്യാൻ ചേട്ടനും മാഷുമാരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു ഫേവറേറ്റ് മാഷ് എന്ന് പറയാൻ ഒരാളുണ്ടായിരുന്നു? അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ +2 പരീക്ഷ കഴിഞ്ഞിട്ട് ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഒരു മാഷ. എന്താ പറയണ അടിക്കുമ്പോ? ഒരുമിച്ച് ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു. അടിച്ചവണ്ട് അതൊരു ഓർമ്മ. അത് നല്ല ബന്ധം ഉണ്ടായിട്ടുള്ള ടീച്ചർമാരുണ്ടായിട്ടുണ്ട് വളരെയധികം. എന്ന് വെച്ചാ അന്നൊക്കെ എന്റെ ടീച്ചർമാര് ഇരുന്നിട്ട് അവര് രാത്രിയൊക്കെ ഭർത്താക്കന്മാരുടെ ഒക്കെ എന്നോട് പറയായിരുന്നു ഫുൾ പ്രശ്നം. ഞാൻ പറഞ്ഞു മാം ടെൻഷനാണ്. എന്ന് വെച്ചാൽ അന്നും എന്റെ ജോലി എന്താ അറിയാമോ? സമാധാനിപ്പിക്കുക, ടീച്ചർമാരെ സമാധാനിപ്പിക്കുക. ടീച്ചർമാര് ഭയങ്കര, കാരണം ചില ഭർത്താക്കന്മാരൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും. പക്ഷെ എന്റെ ടീച്ചറിന് എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ക്ലാസ് ടീച്ചറാ സമയത്ത് ചെന്നൈയില്. പുള്ളിക്കാരിക്ക് എന്തോ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നു, ടീച്ചർ എന്റെ ഫേവറേറ്റ് ടീച്ചറുമാണ്, എന്റെ ഭയങ്കര ബന്ധം. ഞാൻ ചോദിച്ചു എന്താ ടീച്ചറിന്റെ മുഖത്ത് ഭയങ്കര വിഷമം ഈടായിട്ട്? ഇവരങ്ങ് പൊട്ടിക്കരഞ്ഞ്, എന്നിട്ട് എന്നോട് കുടുംബ പ്രശ്നങ്ങള് വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാം. എന്നോട് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്ന് വെച്ചാൽ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാണ് ഞാൻ. തോറ്റ് എങ്ങനെയൊക്കെ പാസ്സാകുമെന്നൊക്കെ ഉള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഞാൻ. എന്റെ ടീച്ചറിന്റെ കുടുംബ പ്രശ്നം അടക്കം അന്ന് ആ കാലത്ത് ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തു. സച്ച് എ ഗ്രേറ്റ് മാൻ. അദ്ദേഹത്തിന് ഒരു കൈയടി കൊടുത്തു. ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ഏത് കാലത്താണ്. നീ IAS ആയാലും എന്നെ വിളിക്കണം. അതെ. ആ കുട്ടിക്ക് കുടുംബ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കുടുംബ പ്രശ്നമല്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വരുമല്ലോ, അങ്ങനെയുള്ള ഘട്ടം വരുമ്പോ എന്നെ ഓർത്താ എന്തെങ്കിലും പ്രഷർ വരുന്ന ഒരു ഘട്ടം വരുമല്ലോ, അപ്പൊ ഓർത്താ മതി മാഷെ. എന്താ പറയൂ, കല്യാണ മരത്തിൽ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം? കല്യാണ മരം നമ്മൾ ഹൈ എക്സ്പെക്ടേഷൻസ് നമ്മൾ തരുന്നില്ല, കാരണം അതെല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അല്ലെങ്കിൽ ഫൈറ്റ് മാസ് അങ്ങനത്തെ ഒരു മൂവി അല്ല, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഫാമിലിയുടെ കഥ, ഫാമിലിക്ക് പ്രിയപ്പെട്ട കുറെ ആൾക്കാര്, അവര് തമ്മിൽ നടക്കുന്ന കുറെ കാര്യങ്ങള്, ആ ഫാമിലിയുടെ ഒത്തിരി ആ ഒരു സിറ്റുവേഷൻസ് അവരെങ്ങനെ അത് ഓവർകം ചെയ്യുന്നു, അതൊക്കെയാണ്. പിന്നെ എങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇതിപ്പോ ഏറ്റവും സ്യൂട്ടബിൾ ഡേറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മള് എക്സാംസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ആ ഒരു എക്സാം ടെൻഷൻ കഴിഞ്ഞ് സമാധാനായിട്ട് ഫാമിലിയുടെ കൂടെ പോയിരുന്നു കാണാം. എക്സാം ഇല്ലേ? എനിക്ക് ഫ്രൈഡേ ഉണ്ടായിരുന്നു, ഇനി മൺഡേ ഉണ്ട്. അല്ല, ഞാൻ മാത്രല്ലല്ലോ എക്സാം നമ്മളൊക്കെ പരീക്ഷ എഴുതി പൊട്ടിയതാ. നിന്റെ കാര്യം പറഞ്ഞ ടെൻഷൻ ഉണ്ടോ? ഇല്ല, പഠിച്ചു. അപ്പൊ എന്റെ സംശയം അറിയാമോ, ഈ റിലീസ് ആലോചിച്ചായിരിക്കോ ടെൻഷൻ, എക്സാമിനെ കുറിച്ച് ടെൻഷൻ? ഏതിനാ കൂടുതൽ ടെൻഷൻ? അതിപ്പോ എക്സാം, ഇപ്പൊ നമ്മൾ ഓരോ സബ്ജക്ട് അനുസരിച്ചിരിക്കും ടെൻഷൻ. അതുപോലെ മൂവിയും, നമ്മൾ ഏത് മൂവിയാണോ ചെയ്തത് അതിന്റെ എത്ര റിസ്ക് ഫാക്ടർ ഉണ്ട് അതനുസരിച്ചായിരിക്കും ടെൻഷൻ. എപ്പോഴും എല്ലാ മൂവിക്കും എല്ലാ എക്സാമിനും ഒരേ ടെൻഷൻ ഉണ്ടാകണമെന്നില്ലല്ലോ. എല്ലാത്തിനും ഒരു അനാലിസിസ്, ലോജിക്കൽ അനാലിസിസ് നടക്കുന്നുണ്ട്. That is great. Yes, truly amazing. Yes, marvelous. അല്ല, അത് വേണം ഇന്ന്. അത് വേണം ജീവിതത്തിലൊരു. അല്ല, നമുക്കില്ലാതെ പോയതും ജനറേഷൻ ഉള്ളതും അതാണ്. ബിക്കോസ് ഇപ്പൊ എന്റെ മോളുണ്ട്. അപ്പൊ എന്റെ മോളോട് ഞാനിപ്പോ ഇങ്ങനെ അവള് അവിടെ പോയിട്ട് എന്താ സാധനം എടുത്തുന്ന് വെച്ചു. അപ്പൊ ഞാൻ ഡോണ്ട് ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവിടെ ചോദിക്കുന്ന അറിയാമോ, വൈ നീ ചോദിക്കും. അതിന് ആ വൈന് നീ ഉത്തരം കൊടുക്കണം. അപ്പൊ നമ്മൾ അറിയാത്ത ഇംഗ്ലീഷില് നമ്മൾ ഈ വൈ ഉത്തരം പറയുന്നതിനേക്കാൾ ഞാൻ പറയും ടേക്ക് ഇറ്റ്.
അതുപോലെ ഷൗട്ട് ചെയ്താലൊക്കെ വയറ് യെല്ലിംഗ് എന്നൊക്കെ ചോദിക്കും കുട്ടികള്. നിന്നോട് ആരും ചോദിച്ചു കാണും. അല്ല അങ്ങനെയല്ല, ചോദിക്കും കുട്ടികള് കാര്യം പറഞ്ഞാൽ പോരെ എന്നൊക്കെ. നമ്മൾ അവരെ ജനറേഷൻ എന്താ വിളിക്കുക? ആൽഫ, ബീറ്റ, ആൽഫ, ജെൻ ബീറ്റ. സി ജെൻ സി, കഴിഞ്ഞു, ആൽഫ. ഞാൻ ജെൻ ആൽഫ, ആൽഫ. ഇപ്പൊ ജെൻ ബീറ്റ തുടങ്ങി. ബീറ്റ തുടങ്ങി. 2025 തുടങ്ങി. അപ്പൊ നമ്മള് ജെൻസി അല്ലെ, നമ്മളാരാ? ഞാൻ മില്ലേനിയൽസ് 80s. ഞാൻ മില്ലേനിയൽ, ഞാൻ 90s. 90s. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതിന് ഇപ്പൊ എന്റെ മോളിപ്പോ ഷീസ് 7 years old. ജെൻ ആൽഫ. ആൽഫ അല്ലേ? ഞാൻ കൃത്യം ചേഞ്ചിങ് ടൈമില് ആ ട്രാൻസിഷൻ പീരീഡിലായിരിക്കും അല്ലേ? അതെ. കറക്റ്റ്. ആ. അപ്പൊ അവരുടെ വന്നം പറയുമ്പോ അപ്പൊ നമ്മൾ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ കാലത്ത് അറിയുമ്പോ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചോദിക്കൊന്നുമില്ല. ആ. അച്ഛൻ പറഞ്ഞോ അല്ല അമ്മ പറഞ്ഞോ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് അയ്യോ അച്ഛൻ പറഞ്ഞു ഓടിപ്പോയി കളയും. ഇവര് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതൊന്നുകൂടി There should be a പറഞ്ഞ- reason. അല്ല, അല്ല, അത് There should be a reason. അതൊന്നുകൂടി പറഞ്ഞ അച്ഛൻ പറഞ്ഞിട്ട് എങ്ങനെയാ? അച്ഛൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു. എന്റെ എന്നിട്ട് അച്ഛനല്ലടാ, എന്റെ കൂട്ടുകാരന്റെ അച്ഛൻ. അത് പറ. അപ്പൊ എല്ലാ കാര്യത്തിനും യു ഷുഡ് ആൻസർ. ഷീ വിൽ ക്വസ്റ്റ്യൻ. Yes. ഷീ വിൽ ക്വസ്റ്റ്യൻ വൈ ഷുഡന്റ് ഐ ഡു ദാറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മള് റീസൺ പറഞ്ഞാൽ വിൽ അണ്ടർസ്റ്റാൻഡ്. അതെ. നീ വേറെ ജനറേഷൻ, ഈ ജനറേഷൻ ഐ എം ഓൾസോ അവരും അങ്ങനെ തന്നെയാണ്, നമ്മള് അങ്ങനെ. ആൽഫ. ഓക്കെ, അത് മസ്റ്റ് ആണല്ലോ ഇന്നത്തെ ഇത്. അവർക്ക് റീസൺ വേണം. എല്ലാത്തിനും ഒരു ചോദ്യം ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അതിന് റീസൺ തരാണെങ്കിൽ ഓക്കെ വിൽ ബി കൺവിൻസ്ഡ് ആവണല്ലേ നിങ്ങള്? ഇപ്പൊ ഓക്കെ ആ ഒരു റീസൺ ഉള്ളത് കൊണ്ടാണ് പറയുന്നതെങ്കിൽ മനസ്സിലാവും. അങ്ങനെ അച്ഛനമ്മമാര് പറഞ്ഞിട്ട് കൺവിൻസ്ഡ് ആവാതെയും നിങ്ങൾ രണ്ടുപേരും രണ്ടഭിപ്രായത്തിൽ നിന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അതിപ്പോ എല്ലാ വീട്ടിലും ഉണ്ടാവൂലേ? അല്ല, അങ്ങനെ വരുന്ന ഘട്ടത്തിൽ വാട്ട് വിൽ യു സ്റ്റാൻഡ്? യു വിൽ സ്റ്റാൻഡ് വിത്ത് യുവർ ഒപ്പീനിയൻ ഓർ Or ഫൈനലി you will go with the parents' opinion? ഇപ്പൊ ഐ സ്റ്റാൻഡ് വിത്ത് മൈ ഒപ്പീനിയൻ. അത് കഴിഞ്ഞിട്ട് അച്ഛനമ്മ അവരുടെ റീസണിങ് തന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാകുകയാണ് അവരുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ് എന്ന് തോന്നി. ഐ വിൽ ബി ലൈക്ക് ഓക്കെ ശരി, നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് കറക്റ്റ്, അത് അക്സെപ്റ്റ് ചെയ്യും. അത് അക്സെപ്റ്റ് ചെയ്യാത്തൊരു ജനറേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പൊളിറ്റിക്കലി കറക്റ്റ് ഫാമിലി ഏ? അല്ലേ? പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഒക്കെ ഉള്ള. അത് വേണ്ടേ? അത് വേണം. എല്ലാ ആ. ഫാമിലീസിലും അതെല്ലാം നിന്റെ ഉണ്ടാകുമല്ലോ. ഫാമിലി ഇല്ലാന്നേ ഉള്ളൂ. Okay. അവിടെ അവര് പിന്നെ അഭിപ്രായം ചോദിക്കാൻ നമ്മളുണ്ടായിരുന്നില്ലല്ലോ. ഇതൊരു പാരന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇതും ഒരു കൂടിയാണ്. ചെറിയൊരു സ്നീക്ക് പീക്കും കൂടിയാണ് നമ്മുടെ ഈ ഇന്റർവ്യൂ സെഷൻ. അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും കല്യാണ വീട് വലിയൊരു കല്യാണം വീടോ? കല്യാണ മരം. കല്യാണ രാമന്റെ കൂടെ പറഞ്ഞു. ഞാൻ എല്ലാരും ചോദിക്കും എന്താണ് പുതിയ മൂവി, ഞാൻ പറയും കല്യാണ മരം, കല്യാണ എല്ലാവർക്കും മരം എന്ന് പറയുമ്പോ എന്തോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്ത് നോക്കേണ്ടത്. അത് വരെ തെറ്റിച്ച് പറഞ്ഞു എന്നുള്ളതാണ് കുട്ടി പറഞ്ഞത്. അല്ല, അത് എല്ലാവർക്കും ഉള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. ചേട്ടന് എനിക്കുണ്ട്, എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. അവനതില്ല. ഞാൻ ക്യൂരിയോസിറ്റി ഇല്ല. മിനിമം നമ്മൾ ഇന്റർവ്യൂ വരുമ്പോ നമ്മൾ ആ പടത്തിന്റെ പേരെങ്കിലും പഠിച്ചിട്ട് വരണം. അതല്ലേ പ്രൊഫഷണലിസം. ടങ് സ്ലിപ്പ് ഒക്കെ ഹ്യൂമൻ എറർ ആണ്. കല്യാണ വീടാണ്. അപ്പൊ കല്യാണ മരം എന്ന സിനിമ ഒരു വലിയ വിജയമാവട്ടെ. നിങ്ങളുടെ കരിയറിൽ ഫിലിമോഗ്രഫിയിലൊക്കെ എന്തെങ്കിലും കല്യാണ മരത്തിലെ ആക്ടറാണെന്ന് പറയുമ്പോ ഒരു ബൂസ്റ്റ് കിട്ടട്ടെ. അതോടൊപ്പം അവളുടെ IAS ഭാവിയിലേക്ക് എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും. whatever you are doing, keep it up. അല്ലേ? അതെ അതെ അതെ. നിനക്ക് വേണ്ടി ഞാൻ പറയേണ്ടി വരും. വിഷ് യു ബിഗർ ബ്രൈറ്റർ ബെറ്റർ ഫ്യൂച്ചർ. അല്ല അപ്പൊ ഒരുപാട് നന്ദി. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്തു ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച AC കളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.